ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഉള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ജസ്റ്റ് ഫീൽ ലോൺലി. ഇപ്പോഴാണ് ശരിക്കും ഞാനൊരു ലോൺലിനെസ് അനുഭവിച്ച് തുടങ്ങുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കണ്ണ് കണ്ടാൽ അറിയാം, ഞാൻ അത്രയും കടന്ന് ഇന്നലെ കരഞ്ഞു. ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ കരച്ചിൽ വരിക. കാരണം നന്ദു പോയതിനുള്ള വിഷമമല്ല, ഇനി തിരിച്ചു വരത്തില്ല. ലൈക്ക് ഇത്രയും നാളും എനിക്കിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും അത് മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒരു ഇഷ്യൂ വരുവാണെന്നുണ്ടെങ്കിൽ പോലും ഓഫ് കോഴ്സ് വീട്ടുകാരുണ്ടാവും, വീട്ടുകാർ കൂടെ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, എങ്കിൽ പോലും. അപ്പം ഞാൻ ഇപ്പോൾ ഇത് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ നിലവിൽ എനിക്ക് വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കാരണം ഒരു മൊമെൻ്റ് ആയിട്ടില്ലല്ലോ. ഇപ്പം അവിടെ പോകുമ്പോൾ എന്താണ് എൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയത്തില്ല. ഓഫ് കോഴ്സ് വിഷമം ഉണ്ടാവും. കാരണം ഇനിയിപ്പം നന്ദു ഇവിടെ ഇല്ല. നന്ദു ഇല്ലാത്തതിൻ്റെ കുറേ പ്രശ്നങ്ങളും വരും. ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ജീവിച്ച് പഠിച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് പിന്നെ ഒറ്റയ്ക്കാവുക എന്ന് പറയുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും ഫസ്റ്റ് ടൈമിങ്ങിൽ. അപ്പം അത് പിന്നെ മാറിക്കോളും സ്വാഭാവികമായിട്ടും. പിന്നെ ഇപ്പോൾ നന്ദുവിന് തിരിച്ച് വരില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ആ ഒരു വിഷമം വരത്തുള്ളൂ. കാരണം ഇനി കാണാൻ പറ്റത്തില്ല, അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. അപ്പം അത് മാത്രമേ ഉള്ളൂ, അതല്ലാണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതൊന്നും അല്ല, ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ കൊണ്ടേ വിട്ട് കഴിയുമ്പോൾ എനിക്കറിയില്ല, മേ ബി ഞാൻ കരയില്ല. എൻ്റെ ഒരു ഇതിൽ ഇപ്പം നിലവിൽ കരയില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷേ കരയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് കുറച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ എടുത്തു വയ്ക്കാൻ കുറച്ചുകൂടെയൊക്കെ ഉണ്ട്, എല്ലാം ഒന്നും ആയിട്ടില്ല. അപ്പം ഒരു തിരക്ക് പിടിച്ചൊരു ഓട്ടത്തിൻ്റെ ഇടയ്ക്കായിരിക്കും ഇനി. അപ്പോൾ എന്താണല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്ലോഗ് എടുക്കുള്ളൂ. കാരണം 2 വലിയ പെട്ടിയുണ്ട്, 2 23.5 വെച്ച് kg ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവനെ കൊണ്ടുവിട്ട ശേഷം അവൻ കയറിയിട്ടാണ്, അതായത് അവൻ്റെ പെട്ടിക്ക് ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ കയറിപ്പോയി കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഞാൻ തിരിച്ചു വരത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. കാരണം ഇനിയിപ്പോൾ തിരിച്ചെന്തെങ്കിലും കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടെ കളഞ്ഞിട്ട് വരാൻ പറ്റില്ലല്ലോ, എല്ലാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചേക്കണമല്ലേ. അതുകൊണ്ട് പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇപ്പം തന്നെ അവൻ പകുതിയൊന്നും കയറ്റിയിട്ടില്ല. ലൈക്ക് അവൻ്റെ കുറേ ഡ്രസ്സും അതും ഇതും ഒക്കെ എല്ലാം അവനോട് എടുത്ത് വെച്ചേക്കുക. ഷൂവും അതും ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റാത്തത് കാരണം വെയിറ്റ് അധികമാണ്. അപ്പോൾ പിന്നെ പോകുമ്പോൾ കസിൻസ് പിള്ളേർക്ക് എല്ലാവർക്കും കൊണ്ട് കൊടുക്കണമല്ലോ, ഇനി വരുന്നില്ലല്ലോ. പിന്നെ ഞാൻ നെക്സ്റ്റ് ഇയർ വല്ലതും പോവുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കാമെന്നുള്ള പ്ലാനിൽ ഇപ്പം നിൽക്കുന്നു. അപ്പം അവൻ വരുന്നുണ്ട്. വെയിറ്റ് ഞാൻ വീഡിയോ എടുക്കുക. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഞാൻ എന്താണെങ്കിലും വേഗം റെഡി ആയിട്ട് നമുക്ക് ഇറങ്ങുമ്പോൾ കാണാം. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, വീട്ടിൽ നിന്ന് ധൃതി വെച്ചൊക്കെ ഇറങ്ങി കാര്യം പറഞ്ഞു. പക്ഷേ വണ്ടി ഇപ്പോൾ ഇല്ല, ഒരു 31 മിനിറ്റ് ലേറ്റാണ്. ഭാഗ്യം ഞാനിന്ന് ക്ലാസ്സിൽ പോയില്ല, ഞാൻ ലീവ് എടുത്തു. കാരണം ഇന്നിവനെ കൊണ്ടുവിടാനുള്ളതും തന്നെ. അപ്പോൾ നന്ദു ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഹലോ നന്ദു. എന്റെ എന്തില് യൂട്യൂബ് ചാനലില് വീഡിയോസിലൊന്നും ഞാൻ ഉണ്ടാവില്ല. അതാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇവന്റെ ഫ്ലൈറ്റ് 8 മണിക്കാണ്. ഞാൻ നാട്ടിൽ പോയ സെയിം ഫ്ലൈറ്റ് തന്നെ. അല്ല, ഞാൻ വിസ്താരക്കായിരുന്നു. നീയോ? അപ്പം നന്ദു 8 മണിയുടെ ആ ഫ്ലൈറ്റിന് പോയി. ഞാൻ പോയ പോലെ തന്നെ പിറ്റേ ദിവസം ശനിയാഴ്ച ഉച്ചയാകുമ്പോഴത്തേക്ക് അവിടെ എത്തുവാണ് ചെയ്യുന്നത്. അല്ല നന്ദു, പോകുന്നതിൽ നീ ഹാപ്പിയാണ്? പിന്നെ നന്ദു ഒരിക്കലും തിരിച്ചു വരത്തില്ല ജർമ്മനിയിലേക്ക്. ഈ അടുത്തെങ്ങും 2025 ലാസ്റ്റ്. ഒരു കൊല്ലം 1.5 കൊല്ലമൊക്കെ വലിയ വിസിറ്റിന് വന്നാലേ ഉള്ളൂ. പിന്നെ പിന്നെ നന്ദുവിനെ കാണത്തില്ല നിങ്ങൾ. അപ്പം എന്താണല്ലോ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പെട്ടിയൊക്കെ ഓവർ വെയിറ്റ് തന്നെയാണ്. വണ്ടി വരുന്നുണ്ട്. ബൈ. സോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. കുറച്ച് ദൂരം എത്തി, ഒരു പകുതി ഏകദേശം ആയില്ലേ.
അത് കഴിഞ്ഞില്ല, ഒരു കാൽഭാഗം കഴിഞ്ഞു. കാലും അരയുടെ അടുത്തെത്താറായി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ദണ്ണപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് ദണ്ണപ്പെട്ടു, കരഞ്ഞു. അല്ലേ, എൻ്റെ സിറ്റുവേഷൻ ചിലപ്പം ഇത് കാണുന്ന വല്ലവർക്കും മനസ്സിലാവും. നിനക്ക് വിഷമമില്ലാണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ നേരെ പോകുന്നത് വീട്ടിലേക്കാണ്. ഇപ്പം ഞാൻ അന്ന് എൻ്റെ വീട്ടിൽ പോയപ്പോഴും നീ പറഞ്ഞില്ലേ നിനക്ക് വിഷമം ഉണ്ടായിരുന്നു. കള്ള എൻ്റെ മുഖത്ത് നോക്കി പറയണം, എൻ്റെ മുഖത്ത് നോക്കി പറയാം, നിനക്ക് വിഷമം ഉണ്ടായിരുന്നോ? പറഞ്ഞിട്ടൊന്നുമില്ല. വിഷമം ഉണ്ടായിരുന്നോ ഇല്ലയോ? അതായിരുന്നു ഞങ്ങൾക്കറിയാം അതൊക്കെ. ഓക്കെ, അപ്പം നമ്മളിനി നേരെ പോകുന്നത് ബേബ്രയ്ക്കായിരിക്കും. ബേബ്ര പോയിട്ട് ഒരു 55 മിനിറ്റ് ടൈം ഉണ്ടല്ലേ. ചെറിയൊരു വളമുണ്ട്. ഇത്രയും നല്ല ഉടുപ്പൊക്കെ ഇട്ടിരുന്നു, എങ്ങനെ നിനക്ക് ചളി പിടിക്കാൻ തോന്നുന്നുണ്ടോ? അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ബേബ്രെ പോയി കഴിഞ്ഞ് നന്ദുവിൻ്റെ പെട്ടി തുറക്കണം. നന്ദുവിൻ്റെ പെട്ടി തുറന്ന് അതിൽ നിന്ന് നമുക്ക് ലൈറ്റർ എടുത്ത് കളയാനുണ്ട്. കാരണം നന്ദു എന്തോ ആവശ്യത്തിന് വീട്ടിലിരുന്ന് ലൈറ്റർ എടുത്ത് ഇതിൻ്റെ അകത്ത് വെച്ച് എന്തിനാ നന്ദു? വീട്ടിലല്ല ഗൈസ്, അതെൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ സ്റ്റുട്ട്ഗാർട്ടിലായിരുന്ന സമയത്ത് എൻ്റെ റൂംമേറ്റ് എനിക്ക് അന്ന് ലൈറ്റർ നീ വെച്ചോ, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് വെച്ചോ എന്ന് പറഞ്ഞു. ലൈറ്റർ എടുത്ത് ഓർമ്മയ്ക്കായിട്ട് വെച്ചതാ. കുറച്ച് മെസ്സേജ് വന്നു, ലൈറ്റർ പിന്നെ പൊട്ടിത്തെറിക്കണ സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തെടുത്ത് വെക്കണം. അല്ല, ലൈക്ക് ക്യാബിനിലും അതൊന്നും കൊണ്ടുപോകുന്നതിന് പ്രശ്നമില്ല. ക്യാബിൻ ബാഗേജിലൊന്നും കയറ്റരുതെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു. എനിക്ക് തോന്നുന്നു വലിയ വിഷയങ്ങൾ ഉണ്ടാവില്ല. ഇൻ കേസ് അവരെ പിടിക്കുവാണെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് പിന്നെ അതിൻ്റെ പുറകെ ഓടേണ്ട വരും. അതിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ലൈറ്റർ ഒന്നും കൊണ്ടുപോയി കുഴപ്പമില്ല. ഇഷ്ടംപോലെ ലൈറ്റർ നാട്ടിൽ കിട്ടും ഇല്ലേ? 10 രൂപ കണ്ട് കൊടുത്താൽ തോന്നുന്നു അല്ലേ? 10-12 എൻ്റെ കൂട്ടുകാരൻ നന്നായി ലൈറ്റർ കിട്ടില്ല. സോ ഗൈസ്, അതുകൊണ്ട് ഞാൻ ആ ലൈറ്റർ എടുത്ത് ബാഗിലിട്ട് ഇനി അതെടുത്ത് കളയണം. കൈയൊക്കെ വിഷയായി, കുറച്ച് ക്രീം വെക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അല്ല ഓക്കെ, അപ്പോൾ പറഞ്ഞു തന്നത് ഇനി അപ്പം നമുക്ക് ഇനി ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോത്തുമന്തി. തായ് ഫുഡ് കഴിക്കണം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ബർഗർ കിങ്ങിൽ കയറി ബർഗർ കഴിക്കാം. ബർഗർ കഴിച്ചാൽ പോരെ? വിശപ്പ് മാറൂലോ? ഛർദിക്കൂടെ ഞാൻ ബർഗർ കഴിച്ചാൽ. എനിക്ക് ഇപ്പം ഇഷ്ടമല്ല ബർഗർ കഴിക്കുന്നത്. പണ്ട് എനിക്ക് ജീവനായിരുന്നു. ഞാൻ തായ് ഫുഡ് കഴിക്കാം, പൈസ നീ കൊടുത്താൽ. അല്ലെങ്കിൽ ഞാനല്ലേ കൊടുക്കണേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം. നന്ദു അങ്ങനെ പോവുകയാണ്. നന്ദു പോകുന്ന എന്താണ് ഏതാണെന്നൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഉടനെ വൈകാതെ നന്ദു അത് എഡിറ്റ് ചെയ്ത് എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം നന്ദുവിൻ്റെ ഫോണിലാണ് കിടക്കുന്നത്. ഇന്നലെ എൻ്റെ ഫോണിലേക്ക് കയറ്റാൻ നോക്കിയിട്ട് നടന്നില്ല. അപ്പം പിന്നെ നന്ദു നാട്ടിൽ പോയിട്ട് അത് എഡിറ്റ് ചെയ്ത് നമുക്ക് വേണ്ടി അപ്ലോഡ് ചെയ്ത് തരും. നന്ദുവിൻ്റെ എഡിറ്റിംഗ് സ്കിൽസ് നമുക്ക് അതിൽ നിന്ന് കാണാം ഗൈസ്. ഇനി ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 1 മണി കഴിയും. ആരും ഇല്ലാത്ത വീട്ടിലേക്കാണ് ഞാൻ കയറി പോകുന്നത്. താക്കോലില്ലെങ്കിൽ ആരുടെ വീട്ടില് ഇവളുടെ ബാഗിൽ തൊളയാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശം ഗൈസ്. അപ്പം എന്നാലും ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ട് എത്തി. ഇനി തായ് ഫുഡ് കഴിക്കാൻ നേരത്ത് കാണാം. അന്നേരം ഒരു കരച്ചിലും പിഴിച്ചിലൊക്കെ ഇനി കാണുന്നതായിരിക്കും നിങ്ങൾ. അങ്ങനെ നന്ദു പോകുന്നതിന് മുന്നായിട്ട് നന്ദുവിന് ജർമ്മനിയിലെ സ്നോ വീണ്ടും കാണാനായിട്ട് പറ്റിട്ടോ. നന്നായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ അത്ര വിസിബിൾ അല്ലെന്നുണ്ടെങ്കിലും നല്ല രസമുണ്ടായിരുന്നു നേരിട്ട് കാണാൻ. ഇതിൻ്റെ ഇരട്ടിയായിരുന്നു പിന്നെ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും സ്നോ പെയ്തുകൊണ്ടിരുന്നത്. എന്നാലും നന്ദുവിന് സ്നോ കാണാൻ പറ്റി. കഴിച്ചു നോക്ക്. കൊള്ളാമോ?
സോ ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് നന്ദുവിനെ കൊണ്ടുവിടാനായിട്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് ടോയ്ലറ്റിലേക്ക് ഒന്ന് പോകണം. അതിന് ശേഷമായിരിക്കും നമ്മുടെ ബാക്കി പരിപാടി. നന്ദു, എനിക്ക് തോന്നുന്നു ടോയ്ലറ്റ് അവിടെ. ഓക്കെ ഓക്കെ. അപ്പം ഞങ്ങൾ ആദ്യം ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ നന്ദു ഞാനും പെട്ടിയൊക്കെ ഒന്ന് നടക്കുകയാണ്. ഇത് എവിടെ കയറും എന്നുള്ളൊരു ഐഡിയയിൽ. വലിയ എയർപോർട്ടാണ് ആക്ച്വലി. നമ്മൾ ഇതിൻ്റെ ചെക്ക് ഇൻ ചെയ്യുന്ന സ്ഥലമൊക്കെ ഒന്ന് പോയി കണ്ടുപിടിക്കട്ടെ കേട്ടോ. ഞാനത് ചെക്ക് ഇൻ ചെയ്യാനുള്ള ക്യൂവിൽ നിൽക്കുകയാണ്. നന്ദു, എന്താണ് നിൻ്റെ ഒരു ഇത് പോകുന്നതിനെ പറ്റി? എന്നെ വിട്ടിട്ട് പോകുന്നതിന് എന്തെങ്കിലും തെണ്ണം? കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. ഇപ്പം നമ്മൾ ടോയ്ലറ്റിൽ പോകാനുള്ള ശ്രമം അവസാനിച്ച് ഫസ്റ്റിൽ നന്ദുവിന് ചെക്ക് ഇൻ ചെയ്ത ശേഷം നമുക്ക് പോകാമെന്ന് ഓർത്തു. അതാകുമ്പോൾ നല്ല ക്യൂ ആണ്. അന്നേരം അത് കഴിഞ്ഞിട്ട് പോവാം. നന്ദു ഇനി നമ്മൾ ഒരിക്കലും കാണത്തില്ല. അതിന്റെ ആവശ്യമില്ല. നീ താഴെ പോയി കണ്ടൊക്കെ പിടിക്കണം. അതിന്റെ ഒരു ഇതില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആണോ? എന്നാ അവിടെ നിൽക്ക്. അങ്ങനെ ചെക്കിങ്ങിനായിട്ട് ലാമ്പൊക്കെ എടുത്തു കേട്ടോ, കാണിച്ചു തരാം. ഈ ഒരു ലാമ്പാണ് ഫ്രണ്ട് കൊടുത്തത്. ഞാൻ ഓർത്തു ലാമ്പ് ഫ്രണ്ട് തന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ വലിയ ലാമ്പാണ്. ആ കടയിൽ കിട്ടുന്ന 5 രൂപയുടെ ലാമ്പല്ലേ. അപ്പം അങ്ങനെ. അപ്പം ഇനി നന്ദു എന്നാ കാണുന്നേ? 1.5 വർഷം കഴിഞ്ഞ് ഇസ്ന അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞേക്കാം. അതെ അതെ. അപ്പം അങ്ങനെ നന്ദു പോവുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് നന്ദു ചെക്കിനൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. എൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടിലൊന്ന് വിളിച്ചു. അവരെന്നാ പറഞ്ഞേ? അവരൊന്നും പറഞ്ഞില്ല. അതിന് മിണ്ടാണ്ടിരുന്ന് വിളിച്ചിട്ട് അവര് അവിടെയല്ലേ. അപ്പോൾ കണ്ടെത്തി പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നെ കൊണ്ടുതന്നെയാണൊക്കെ. ഞാൻ പറഞ്ഞു എടുക്കാൻ മറന്നുപോയതോ എടുക്കാണ്ടിരുന്നതോ? ഓക്കെ. അപ്പം ഇനി ഇവിടുന്ന് നിനക്ക് ഗേറ്റ് ഒക്കെ കണ്ടുപിടിച്ച് പോകാൻ ടൈം ഉണ്ടല്ലോ ഇനിയും. എനിക്ക് 3:45 6 മണി ആയേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ഒന്ന് എൻ്റെ വീട്ടിലോടെ ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് കരയാം. ഓക്കെ. അങ്ങനെ നന്ദുവിൻ്റെ അമ്മേനെയും കൂടെ വിളിച്ച് ഒരു ലാസ്റ്റായിട്ടൊരു ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ വെച്ച്. അങ്ങനെ നമ്മൾ നന്ദുവിനെ കൊണ്ടുവിടാനായിട്ട് ലാസ്റ്റ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. എന്നാ പറയണ്ടേ, കേരളത്തിൽ വന്നിട്ടാണ്. പിന്നെ ഞാനോ നന്ദോ ഇവിടെ വെച്ച് ജർമ്മനി വെച്ച് ഇനി ഇപ്പോഴെങ്കിലും കാണില്ല. പിന്നെ നന്ദുവിനെ കാണണ്ടേ നാട്ടിലേക്ക് വരണം അല്ല എന്തോ? നിനക്ക് വിഷമമൊന്നുമില്ല എന്തോ? നാട്ടിൽ പോകാനുള്ള സന്തോഷം സന്തോഷമില്ല, വിഷമമില്ല. എന്നെ കൊണ്ടുവിടാം. വേണ്ട കൊണ്ടെന്ന് പറഞ്ഞപ്പോ എന്നെ കൊണ്ടുവിട്ടിട്ട് വരാം. എസ് കണ്ടുപിടിക്കാൻ പാടാ ഇവിടെ. ഞാൻ പൊക്കോളം കുഴപ്പമില്ല. അപ്പൊ ഗൈസ് ബൈ ബൈ. ഇനി ലിസ്നയുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഉണ്ടായിരിക്കില്ല കേട്ടോ. പിന്നെ എന്തായാലും ഞാൻ വീട്ടിൽ പോവാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് നന്ദു ഹാപ്പി ജേർണി. താങ്ക് യു. ജർമ്മനിയോട് നന്ദുവിനെ റീപ്ലേസ് ചെയ്യാൻ ഒരാൾക്കും പറ്റില്ല ഇനി. അപ്പം ഇനിയിപ്പോൾ അവനില്ല ഇവിടെ. നാട്ടിലുള്ള ഉറപ്പായിട്ട് നമുക്ക് വിളിക്കാനും അങ്ങനെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരുമിച്ച് ജീവിച്ച് പഠിച്ച ശേഷം അല്ലെങ്കിൽ ആ ഒരു കംഫോർട്ട് സോണിലിരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം ഒന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പറ്റൂല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ആക്ച്വലി ഞാൻ ആദ്യം മുതലേ ഇവിടെ തന്നെയായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. വീട്ടിൽ ഞാൻ തന്നെയാണ് നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ നന്ദു അത് കഴിഞ്ഞൊരു 2-3 months കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദു ജർമ്മനിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറെ സ്ഥലത്തായിരുന്നു എന്നേ ഉള്ളൂ. എങ്കിലും ഞങ്ങൾ പണ്ട് മുതലുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള കണക്ഷനുണ്ട്. എനിക്ക് ആ കൂടെ കണക്ഷനുള്ള 2 വ്യക്തികളും മാത്രമേ ഉള്ളൂ. ഒന്ന് നന്ദു, ഒന്ന് അന്നട്ടസുമാണ്. വേറെ ഞാൻ അങ്ങനെ കമ്പനി കൂടുന്ന ഒരു ടൈപ്പും അല്ല. അപ്പം
നന്ദു എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ഫാമിലി പോലെ തന്നെയാണ്. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നന്ദുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പം അങ്ങനെ ഒരു വ്യക്തി, പിന്നെ അവൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടോടെ മാറിയല്ലോ. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ലൈഫിൽ കുറേ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവും. പല പല കാര്യത്തിനും നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. ഇവനിപ്പം നമ്മൾ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലാ കാര്യത്തിനും പ്രശ്നങ്ങളുണ്ടാവും. ആയിട്ടുള്ള സ്ട്രെസ്സും ഇവിടുത്തെ സ്ട്രെസ്സും ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ്സും എല്ലാ കാര്യങ്ങളും ലൈഫിൽ വന്ന് ഇറങ്ങിക്കോ. എന്താ പറയുക, ഒരു 21 വയസ്സിൽ എനിക്ക് എൻ്റെ തലയിലെടുക്കാൻ പറ്റാത്തതിൻ്റെ മേളിൽ ചുമര് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് എടുക്കുന്നതിനോ അതെനിക്ക് ഇങ്ങനെ പോകുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. കാര്യം പറഞ്ഞാൽ ആ ഒരു ലൈഫ് എനിക്കിഷ്ടമാണ്. എങ്കിൽ പോലും ദർ ഈസ് സം ടൈംസ് നമ്മൾ ഡൗൺ ആയി പോകുന്നത്. അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് അവൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം വീട്ടിൽ വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അവരെന്തോരൊന്നും പറഞ്ഞാൽ സമാധാനിപ്പിക്കുന്നത്. അവർ വിളിച്ച് കഴിഞ്ഞിട്ട് വെച്ച് കഴിയുമ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ തികട്ടി വരും. ഈ ഓമ എനിക്കങ്ങനെ ഒരു എന്താ പറയണേ, എനിക്കറിയത്തില്ല അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നുള്ളൂ. പക്ഷെ എനിക്കിങ്ങനെ തികത്തി എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അവനുണ്ടായിരുന്ന ടൈമിൽ എനിക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഐ ഫീൽ ലൈക്ക് എ ഹോം. എൻ്റെ ഈ വീട് എനിക്ക് ഒരു വീട് പോലെ, ഞാനിപ്പോൾ നിൽക്കുന്ന വീട്. അപ്പോൾ അവൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പോകുന്ന വരെ അവർ കൊണ്ടുവിടാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ പോലും എനിക്ക് അത്ര വിഷമം ഉണ്ടായിരുന്നില്ല. ഞാൻ അത്ര എക്സ്പ്രസ് ചെയ്തില്ല. കാരണം അക്സെപ്റ്റ് ചെയ്തില്ല, എൻ്റെ മനസ്സത് അക്സെപ്റ്റ് ചെയ്തില്ല. അവൻ പോകുന്നില്ല എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ നിൽക്കുന്നത്. പക്ഷെ ചെക്ക് ചെയ്തതിന് എനിക്ക് തിരിച്ചു വരേണ്ട ടൈമായപ്പോൾ ഐ ആം ജസ്റ്റ് ലൈക്ക്, എനിക്കറിയത്തില്ല എങ്ങനെയാണ് പറയണ്ടതെന്ന്. അവൻ കൊണ്ടുവിടാൻ വന്നു. ലൈക്ക് എയർപോർട്ടിൻ്റെ തൊട്ട് താഴെയാണ്. അപ്പം ചെക്കിങ് കഴിഞ്ഞാലും അവൻ ഇറങ്ങി വരാൻ അതിനൊന്നും ഇഷ്യൂ ഒന്നുമില്ല. അപ്പം കൊണ്ടുവിടാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ പോയി കരഞ്ഞു. ശരിക്കും ഞാൻ കരഞ്ഞു. ഞാൻ ശരിക്കും കരഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും കരഞ്ഞു. ഞാൻ എന്നിട്ട് താഴത്തേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ബൈക്ക് കാണിച്ചിട്ട് അവനും പോയി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്ത് വണ്ടി വരാൻ ഈ സമയമുണ്ട്. ഓഫ് കോഴ്സ് ഇനി തൊട്ട് മേളിലാണ് പോയാൽ കാണാനും പറ്റും. ഞാൻ ഓടി അപ്പം തന്നെ ഞാൻ ഓടി മേളിലേക്ക്. പക്ഷെ അത് കണ്ടില്ല. സെക്യൂരിറ്റി ചെക്കിന് എന്തോ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ തിരിച്ചിറങ്ങി വന്നു. ഞാൻ വരുന്ന വഴി മൊത്തം കരച്ചിലായിരുന്നു. എനിക്കറിയില്ല, എൻ്റെ കണ്ണീര് ഒഴുകുമായിരുന്നു. എനിക്ക് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു വ്യക്തിനെ മുന്നേ കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടാൻ പോകത്തില്ല. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. സോ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ചു. അവൻ കാരണം ഞാൻ കുറേ നല്ല കാര്യങ്ങൾ പഠിച്ചു. എൻ്റെ കുറേ ബാഡ് സൈഡ് ഞാൻ കളഞ്ഞു അവൻ കാരണം. അങ്ങനെ കുറേ പോസിറ്റീവ് സൈഡ്സ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടാണ് അതൊന്ന് പോയിട്ടില്ല. എനിക്കത് പറയുമ്പോൾ ഭയങ്കര ക്രിഞ്ച് അടിക്കുന്നുണ്ട്. എങ്കിൽ പോലും ലൈക്ക് ഇതെനിക്കൊരു ഓർമ്മ തന്നെയാണ് ഉറപ്പായിട്ടും. എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ പലരും ഇത് മേ ബി നെഗറ്റീവ് സൈഡായിട്ടിരിക്കും. അതൊന്നും എന്നെ ബാധിക്കുന്നൊരു കാര്യമല്ല. ഞാൻ അങ്ങനെ ഒരു കാര്യം പോലും ഞാൻ ചിന്തിക്കില്ല. കാരണം എനിക്കത് കുഞ്ഞിലെ മുതലുള്ളൊരു സ്വഭാവമാണ്. മറ്റൊരാൾ പറയുന്നത് ഞാൻ കേൾക്കാറില്ല. ഇപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ അവൻ എനിക്കൊരു ഫാമിലി പോലെ തന്നെയായിരുന്നു. അത് വിട്ടു പോകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകും. ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങോട്ട് വന്ന ടൈമിൽ പോലും ഞാൻ കരഞ്ഞിട്ടില്ല. ഒരു തുള്ളി ഞാൻ എൻ്റെ കണ്ണീർ നിന്ന് വന്നിട്ടില്ല എയർപോർട്ടിൽ വന്ന ടൈമിൽ. കാരണം അതെനിക്കറിയാം ഞാൻ എൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്നുള്ളത്. ആ ഒരു തോട്ട് എൻ്റെ മൈൻഡിലൊന്നുണ്ട്. പക്ഷെ ഇവിടെ എപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ എൻ്റെ ഏകദേശം ഒരു പാതയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. സക്സസ്സിലേക്കൊന്നും എത്തിയിട്ടൊന്നുമില്ല. എങ്കിൽ പോലും അത് അച്ചീവ് ചെയ്യാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. എങ്കിലും എനിക്കുണ്ടായിരുന്ന ഒരു എന്താ പറയുക, എനിക്ക് പിടിക്കാൻ പറ്റുന്നൊരു, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ബാക്കിലുണ്ടായിരുന്നൊരു ഷാഡോ അല്ലെങ്കിൽ ഒരു തണൽ, അത് പോയി, നാട്ടിലേക്ക് പോയി. അവനുണ്ട്, ഇല്ലെന്നല്ല. എങ്കിലും ഇവിടെ എനിക്കൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇനി അവനുണ്ടാവില്ല. ഇവിടെ സമാധാനിപ്പിക്കാൻ ഉണ്ടാവില്ല. അത് മാത്രമാണ് എൻ്റെ ആകെയുള്ളൊരിത്. പിന്നെ ഇന്നലെ ഞാൻ കണ്ടു, ഞാൻ നൈറ്റ് ട്രാവലൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അവനുണ്ടായിരുന്നപ്പോഴും അവനില്ലാത്തപ്പോഴും എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്യാത്തൊരു എന്താ പറയുക, ലൈക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഇന്നലെ നൈറ്റ് ട്രാവൽ ചെയ്യാൻ പറഞ്ഞാൽ. ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഇവിടുത്തെ ജർമ്മൻ ടൈം 1:45. എൻ്റെ പേരൻസിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനുണ്ടായിരുന്ന ടൈമിൽ അവർക്ക് എന്നെ 24/7 വിളിക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസം 100 പ്രാവശ്യം എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കും, അല്ലെങ്കിൽ ഞാനും വിളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കാൻ വിളിക്കുന്ന. പക്ഷെ ഇനിയിപ്പോൾ അത് 100 എന്നുള്ളത് 200 ആവും. കാരണം എനിക്കറിയാം അവർക്ക് അവരുടെ ടെൻഷനായിരിക്കും. പേരൻസ് അങ്ങനെയാണല്ലോ.
ഇപ്പം ഇന്നലെ ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ ട്രെയിൻ ഉണ്ടായിരുന്നില്ല. ഇപ്പം 2 hours ഞാൻ ബസ്സിൽ ട്രാവൽ ചെയ്യണം. എന്താ പറയുക, ഞാൻ വന്നു, എനിക്ക് വന്നിറങ്ങി ഇങ്ങോട്ട് നടന്നു വരാനുള്ള ധൈര്യവും കാര്യങ്ങളുണ്ട്. പക്ഷെ പല കാര്യങ്ങളിലും ഒക്കെ പേടിയുണ്ടാവും. അവനുണ്ടായിരുന്നപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഏത് രാത്രി എല്ലാം ഇറങ്ങി വരുമ്പോഴത്തേക്കും ഒരു കൂട്ടുണ്ടല്ലോ. ഇതിപ്പോൾ അങ്ങനെ ഇല്ലാത്തപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. എൻ്റെ വാപ്ചി കോൾ ചെയ്തിട്ടാണ് ഞാൻ വീട് വരെ വന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ വാപ്സിനെ വിളിച്ചിട്ടാണ് കിടന്ന് ഉറങ്ങിയത്. കാരണം നാട്ടിലപ്പോൾ 6 മണി 5:30 കണ്ട് ആയായിരുന്നു രാവിലെ എണീക്കുന്ന സമയമായിരുന്നു. അങ്ങനെ അപ്പം ഇന്നലെ മുതലിരുന്ന് കരണ്ടിട്ട് എനിക്ക് തലവേദനയാണ് സത്യം പറഞ്ഞാൽ. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞ ഇങ്ങനെ സംസാരിച്ച് നീണ്ടുപോകും. എനിവേ, നന്ദു എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എൻ്റെ ലൈഫിൽ പോയി എന്ന് ഞാൻ പറയില്ല കേട്ടോ. കാരണം അത് നന്ദുവിന് പറയുന്നത് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു നന്ദു അങ്ങനെ പോയി എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, വരും, നന്ദു വരും എന്തെങ്കിലും, അല്ലെങ്കിൽ നന്ദുവിനും കാണാൻ പറ്റും. അവൻ്റേതായിട്ടുള്ള സക്സസ്സിനും ഇതിനു വേണ്ടി പോയതാണ്, അതെനിക്കറിയാം. പക്ഷെ പലപ്പോഴും ഈ വീട്ടിൽ തനിച്ചായിപ്പോയല്ലോ എന്നുള്ളൊരിത്, അതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കൂടെ ഒരാൾ നിന്ന് പഠിച്ചിട്ട് അത്രയും ഹോംലി ഫീലിൽ നിന്ന് കഴിഞ്ഞിട്ട് അവൻ പോയി കഴിയുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ശരിക്കും എനിക്കറിയില്ല എങ്ങനെ പറയേണ്ടത്. ഒത്തിരി കരഞ്ഞു ഇന്നലെ. ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഒത്തിരി കരഞ്ഞു. അവനെ കരയിച്ചു ഞാൻ. ലാസ്റ്റ് അവനങ്ങനെ കരയാണ്ട് പിടിച്ചു നിന്ന്. ലാസ്റ്റ് ഞാൻ കരഞ്ഞേറി അവന് കരയും. എന്നിട്ട് എൻ്റെ അടുത്ത് ഒരു പൊക്കോ, തിരിഞ്ഞു നോക്കാണ്ട് പോയിക്കോളാൻ പറഞ്ഞു. ഇങ്ങനെ വാപ്പിച്ച് എന്നെ ഞാൻ ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ വാപ്പിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് വിഷമം വന്നിട്ട് അപ്പോഴും ഞാനൊന്ന് കരഞ്ഞു. അപ്പോൾ വീട്ടിലാണെങ്കിൽ നമ്മൾ സമാധാനിപ്പിക്കും. പക്ഷെ എനിക്കും അറിയാം ഈ കേസസ്, എനിക്കും അറിയാം ലൈഫാണ്, മൂവ് ഓൺ ചെയ്യണം, എല്ലാം അറിയാം. പക്ഷേ അറിയില്ല, മേ ബി 2 or 3 days കഴിയുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ട് മാറുമായിരിക്കും. കാരണം ഇത്രയും നേരം ഒരു വീട്ടിൽ നിന്നിട്ട് വേഗം എല്ലാവരും ഇല്ലാണ്ടായൊരു ഫീലാണ് എനിക്ക് വരുന്നത്. അവനുണ്ടായിരുന്ന ഇപ്പോൾ കണ്ണുള്ളപ്പോൾ കണ്ട വില അറിയില്ല എന്നുള്ള പറയണേ. അത് അവരെപ്പോഴും പറയുന്നത്, ഞാൻ പോകുമ്പോൾ നീ പഠിച്ചോളും എന്ന്. എനിവേ, ലൈഫാണ്, മൂവ് ചെയ്യണം, അങ്ങനെ. അപ്പം എനിക്കറിയില്ല, എനിക്കത് ഷെയർ ചെയ്യണം തോന്നി. ഇത് എനിക്കൊരു മെമ്മറിയാണ്. ഓഫ് കോഴ്സ് ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്ന എല്ലാ വീഡിയോസും എനിക്കൊരു മെമ്മറിയാണ്. ഇതും എൻ്റെ ഒരു മെമ്മറി ആയിട്ട് കിടക്കും. അപ്പം അങ്ങനെ ഇനി എന്താ പറയുക, ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കിടക്കട്ടെ.